ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇതുപോലെയുള്ള സീംലെസ് ആയിട്ടുള്ള പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഐ മീൻ ആ ഫോട്ടോസ് വെച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു കാരോസൽ പോസ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഫോട്ടോസും വീഡിയോസും വെച്ചിട്ടുള്ള കാരോസലും കാണുന്നുണ്ട്. സോ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് PicsArt, അതുപോലെ തന്നെ Panocut എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രോയിഡിൽ ഈ കാണുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത്, അതുപോലെ ക്യാപ്കട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഒന്നും ക്യാപിറ്റൽ തന്നെ ആണെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ VN വേറെ ഏത് എഡിറ്റിംഗ് ആപ്പിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ ലിങ്ക് ഞാൻ സിമ്പോസ് കൊടുത്തിട്ടുണ്ട്. സോ ആദ്യം ലാഗ് അടിക്കുന്നില്ല, ലെറ്റ്സ് ഗോ. ഓക്കെ, ആദ്യം ഞാൻ PicsArt ഓപ്പൺ ആയിട്ടുള്ളത്. എന്നിട്ട് +ഒക്കെ ഞെക്കിയിട്ട് എഡിറ്റ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട്സിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട്, ഞാനിപ്പോൾ ജസ്റ്റ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ ടൂൾസ് ഓപ്ഷനകത്ത് ക്രോപ്പ് ഓപ്ഷൻ ഞെക്കിയിട്ട് ഇവിടെ മുകളിനകത്തുള്ള ഈ ഒരു ഓപ്ഷൻ ഞെക്കിയിട്ട് നിങ്ങൾ വിഡ്ത്ത് ഹൈറ്റ് ഞാൻ മുകളിൽ കൊടുക്കാം. ഇപ്പം ഞാൻ 2 സ്വൈപ്പുള്ള ഫോട്ടോ ആണ് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 2400 വിഡ്ത്തും പിന്നെ 1500 ഹൈറ്റുമാണ് കൊടുക്കുന്നത്. നിങ്ങൾ 3 സ്വൈപ്പാണെങ്കിൽ നിങ്ങൾ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണുള്ളത്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താലും മതി. ഇൻസ്റ്റാഗ്രാം കെറോസലിൻ്റെ സൈസും വിഡ്ത്തും. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കെറോസലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ അടിക്കാതെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലും ഭയങ്കരമായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് വേണ്ട ഫോട്ടോസൊക്കെ ഈ ആഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ 2 ഫോട്ടോ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. വളരെ ബേസിക് ആയിട്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ഇവിടെ ഷേപ്പിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഷേപ്പ്, ഇപ്പോൾ സർക്കിളാണ് സർക്കിൾ, ഇനിയിപ്പോൾ റെക്റ്റാങ്കിളാണ് അല്ലെങ്കിൽ സ്ക്വയറാണ്. അപ്പോൾ സ്ക്വയറിലാണ് ഇവിടെ ഒരു വീഡിയോ ആഡ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഇതിൻ്റെ കളറ് ഈ ഒരു ഫോട്ടോയായിട്ട് ബന്ധമില്ലാത്ത കളർ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ ഒരു ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഈ ഒരു സ്വൈപ്പ് വരുന്നത് ഈ ഒരു നടുവിലാണ്. അപ്പോൾ നടുവിലപ്പുറം പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത് പിന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിപ്പോൾ. ഓക്കെ, എന്നിട്ട് ഇവിടെ ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് വേറൊരു ഷേപ്പും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ് ഇവിടെ സർക്കിളായിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഈ നടുവത്തെ സർക്കിളിൻ്റെ ഉള്ളിൽ തന്നെ അതും ഞാൻ പറഞ്ഞ പോലെ ബ്ലൂ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഓക്കെ, ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ സേവ് ചെയ്യണം. വളരെ ബേസിക് ആയിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. സേവ് ആസ് ജാപ്പേജ് ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്യണം. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ Panocut എന്നുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിന് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ പനോരമ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഫോട്ടോ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് ഇങ്ങനെ ഫുള്ളാക്കി കൊടുക്കുക. എന്നിട്ട് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഐഡിയ വരും, ഇങ്ങനെയാണ് ഈ ഫോട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഈ ബ്ലൂ കളറിനകത്താണ് നമ്മളെ വീഡിയോ വരുന്നത്. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ച സംഭവം. ഇതിവിടെ നിങ്ങൾ സേവ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് 2 ഫോട്ടോ ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഗാലറിയിലേക്ക് സേവ് ആവുന്നതാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ആപ്ലിക്കേഷൻ നിങ്ങൾ ആൻഡ്രോയിഡിൽ iOSൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ നിങ്ങളെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് 2 ഫോട്ടോ ഉണ്ടാവും, ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഡണ്ണ് കൊടുത്തിട്ട് ഇവിടെ ഓട്ടോ കളർ iOSൽ കളർ എന്ന് പറഞ്ഞിട്ട് കാണും. എന്നിട്ട് ആ ഒരു ബ്ലൂ കളർ ടാർഗറ്റ് ചെയ്യുക. എന്നിട്ട് ഡണ്ണ് കൊടുക്കുക. നിങ്ങൾക്ക് ഇതൊരു PNG ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ ആ ബ്ലൂ കളർ ടാർഗറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. ഡണ്ണ് കൊടുക്കുകയാണ്. കളറിൽ ഓട്ടോ കളർ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് കറക്റ്റ് സെറ്റാക്കാൻ, ഞാൻ ഇപ്പം അങ്ങനെ സെറ്റാക്കുന്നില്ല. ഡണ്ണ് കൊടുക്കുകയാണ്, സേവ് ചെയ്യാം. അതിനുശേഷം അതിൽ ഏതെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് നോർമലി ആഡ് ചെയ്യാം. ആഡ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് അങ്ങ് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കുക. ഞാനിവിടെ Panocut നിന്ന് സേവ് ചെയ്ത 2 ഫോട്ടോയിൽ ഏതെങ്കിലും ഒന്നാണ് ആഡ് ചെയ്തത്. എന്നിട്ട് അത് സൈഡിലോട്ടേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഓവർലേ ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഓവർലേ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു എറേസ് ചെയ്ത് ഏതെങ്കിലും ഒരു ഫോട്ടോ ആഡ് ചെയ്യാം. ഇവിടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആഡ് ഓവർലേ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളൊരു വീഡിയോ കൂടി ആഡ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണ്ടത് അത് ആഡ് ചെയ്യും. വീഡിയോ ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് അപ്പോൾ അതിൻ്റെ മുകളിലായിട്ടാണ് വരിക. അപ്പോൾ നിങ്ങൾ ലെയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് 1 ആക്കാം. അപ്പോൾ എന്ത് ചെയ്യും, അത് ബാക്കിലോട്ടേക്ക് മാറുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഫോട്ടോ ഫുൾ സ്ക്രീൻ ആക്കി എടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബേസിക് എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ സ്കെയിലിനകത്ത് ഇങ്ങനെ 100 ആക്കി വെക്കുക. എന്നിട്ട് അടുത്ത അടിയിലുള്ള ഓവർലെ വീഡിയോയും നിങ്ങൾക്ക് വേണ്ട എങ്ങനെയാണോ പൊസിഷൻ ചെയ്യേണ്ടത് ഇതെല്ലാം കറക്റ്റ് പൊസിഷൻ ചെയ്ത് സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അതിന് നിങ്ങളിതൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ എത്ര ലെങ്ത് ഉണ്ട് അതിനനുസരിച്ച് ലെങ്ത്തൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊജക്റ്റ് തന്നെ എടുത്തിട്ട് ആ ലെയറിൽ ആഡ് ചെയ്ത് അത് രണ്ടും ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ അടുത്ത എറേസ് ചെയ്ത ഫോട്ടോ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ആ ഫോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ ഡിസ്പ്ലേയിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ നിങ്ങൾ 100ലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് ആഡ് ഓവറിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളെ വീഡിയോ ഏതാണോ ആഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാം. ഇവിടെയും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഒരു ബേസിക് വീഡിയോ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ട്യൂട്ടോറിയൽ കാണിച്ചിരുന്നതാണ്. ഓക്കെ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ വേണ്ട ആക്കിയിട്ട് ലെയറിൽ
1 ആക്കി കൊടുക്കുക. അപ്പോൾ അത് ബാക്കിലായിട്ട് വരും. എന്നിട്ട് കറക്റ്റ് പൊസിഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും, ആ വീഡിയോ ഇങ്ങനെ സൈഡിലൂടെ പ്ലേയും ചെയ്യുന്നതാണ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യും. അതിനുശേഷം നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നിടത്ത് വന്നിട്ട് ആദ്യത്തെ വീഡിയോ ഏതാണോ അത് നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ വീഡിയോ രണ്ടാമത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ സാധാരണ പോസ്റ്റ് ചെയ്യുന്ന പോലെ പോസ്റ്റ് ചെയ്യുക. ഇവിടെ പ്രിവ്യൂവിൽ അവർ തന്നെ കാണിച്ചു തന്നിട്ട് ഇത് ഫുൾ സ്ക്രീൻ ആക്കുക. എന്നിട്ട് നിങ്ങൾ കണ്ടില്ലേ, ഇതുപോലെ ഫസ്റ്റ് വീഡിയോ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വീഡിയോ, സെക്കൻഡ് വെക്കുമ്പോൾ സെക്കൻഡ്, അങ്ങനെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. സോ ഇവിടെ സീംലെസ് ആയിട്ടൊരു കെറോസലായിട്ട് വന്നിട്ടില്ല, കാരണം ഇവിടെ നടുവിലായിട്ടൊരു ഫോട്ടോ ആഡ് ചെയ്യണമായിരുന്നു. പക്ഷേ സംഭവം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ട്രെൻഡിങ് ആയിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്യാവുന്നതാണ്. നമുക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.